വൈജയന്തി പുതിയ ജോലിക്കാരിയെ കൊണ്ടുവന്നു. പക്ഷേ ബാലചന്ദ്രനും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടില്ല. കുട്ടികൾ 3 പേരും കുക്ക് ചെയ്യാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ വൈജയന്തി അത് സമ്മതിക്കുന്നില്ല. കാരണം അലീനയാണ് അവരിതെല്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് വൈജയന്തിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നല്ല ശീലമായാലും മോശം ശീലമായാലും അവൾ പഠിപ്പിച്ചതൊന്നും ഇവിടെ ആരും ചെയ്യണ്ട, ഇങ്ങനെയാണ് വൈജയന്തി പറയുന്നത്. പുതിയ ജോലിക്കാരി വന്നപ്പോൾ വൈജയന്തി അവരെ കൊണ്ട് ഉച്ചയ്ക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി വയ്പ്പിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രൻ കുട്ടികളെയും കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങി വന്നത്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, ഇന്നൊരു ദിവസം മാത്രമേ കണ്ടുള്ളൂ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി സൽക്കരിക്കാൻ? ഓരോന്ന് ചെയ്യുമ്പോഴും എന്നെ തോൽപ്പിക്കുകയാണെന്നാണ് വിചാരം. പക്ഷേ തോൽക്കുന്നത് അവനവൻ തന്നെയാണെന്ന് അറിയുന്നില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളല്ലേ, പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നീട് തിരിച്ചു കയറാൻ എന്നോട് ചോദിക്കണം. വൈജയന്തി സൗണ്ട് ഇടറിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ പിന്നെ ആരാ? എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഞാൻ ഇല്ലാത്ത നേരം നോക്കി എൻ്റെ വീട്ടിൽ പതുങ്ങി വന്ന് കയറിപ്പറ്റിയ പ്രേതം. വൈജയന്തി ആകെ വിഷമിച്ച് തകർന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ ഇപ്പോൾ വൈജയന്തി കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് തോന്നുന്നത്.